നമസ്കാരം. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 2ാം ആനിവേഴ്സറിയോട് ഓർമ്മ ദിവസത്തോട് അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനും സംസാരിക്കുന്നതിനും വേണ്ടിയിട്ടാണ്. അപ്പം ആ സമയങ്ങളിലൊക്കെ അദ്ദേഹം മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരൻ പഠിക്കേണ്ടത് ഉമ്മൻചാണ്ടിയിൽ നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒരു ഗുരുസ്ഥാനീയനായി കണ്ടുകൊണ്ടായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഉമ്മൻചാണ്ടി അദ്ദേഹം മരണം വരെ അദ്ദേഹം നേരിട്ടിട്ടുള്ള ഒരു വലിയ തിരസ്കാരത്തിൻ്റെ കഥയൊക്കെ നമുക്കറിയാവുന്നതാണ്. സ്വന്തം പാർട്ടിക്കാരെ തന്നെ പാരവെച്ച് പുതിയൊരു കേസുണ്ടാക്കുകയും അങ്ങനെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇല്ലാതാവുകയും ചെയ്തതാണ്. അത് മാനസികമായി ഒരുപാട് വിഷമതകളിലൂടെ കടന്നുപോയ ഒരാളാണ്. അതിൽ ചിലപ്പോൾ ഇപ്പം പ്രതിപക്ഷം അതിനെ എടുത്തിട്ട് അദ്ദേഹത്തെ വേട്ടയാടി എന്നൊക്കെ പറയുമ്പോൾ വേട്ടയാടാനുള്ള ഇരയാക്കി മാറ്റിയത് കോൺഗ്രസ് പാർട്ടിയാണ് എന്നുള്ള സത്യം നമുക്ക് തമസ്കരിക്കാൻ കഴിയാത്ത ഒന്നാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, രാഹുൽ ഗാന്ധി പറഞ്ഞൊരു കാര്യമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വരി പ്രസ്താവന CPM-ൻ്റെയും RSS-ൻ്റെയും ആദർശങ്ങളെ ഞങ്ങൾ എതിർക്കും എന്ന് പറയുന്നുണ്ട്. CPM-ൻ്റെയും RSS-ൻ്റെയും ആദർശങ്ങളെ ഞങ്ങൾ എതിർക്കും. അതായത് CPM-ൻ്റെ ആദർശത്തെ എങ്ങനെ എതിർക്കണം എന്ന് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ തലവനായിരിക്കുന്ന ഒരാൾ എന്തർത്ഥത്തിലാണ് പറഞ്ഞത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാര്യം, മതേതരത്വത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയെ കൊണ്ടുപോകുന്ന വർഗീയ ഇടപെടലുകളിലേക്കും വർഗീയ ശക്തികളിലേക്കും കൊണ്ടുപോകുന്ന ഒരു നിലപാടാണ് എല്ലാ കാലഘട്ടത്തിലും RSS-ൻ്റെ പ്രധാന കക്ഷിയായ BJP ഇവിടെ നടത്തിയിട്ടുള്ളത്. അത് കേന്ദ്രമന്ത്രിസഭ കൂടുതലും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനെതിരെ ഒരു വലിയ ചലനം ദേശീയ തലത്തിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മുന്നണിക്ക് രൂപം നൽകിയിരിക്കുന്നത്. അതായത് രാജ്യത്ത് മതേതരത്വം നിലവിൽ കൊണ്ടുവരണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യത്തിൻ്റെ പുറത്താണ്. അതിൽ പങ്കാളികളാണ് CPM എന്ന് പറയുന്നൊരു പാർട്ടിയും. അതിലെ പ്രമുഖമായ പാർട്ടികളിലൊന്നാണ് CPM. ഇത് നമുക്കറിയാം. അപ്പോൾ CPM-ൻ്റെ ആദർശങ്ങളെയും RSS-ൻ്റെ ആദർശങ്ങളെയും എതിർക്കുമെന്നാണ് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ RSS-ൻ്റെ ആദർശങ്ങളെ എതിർത്തിട്ടുണ്ടോ കോൺഗ്രസ് എന്ന് ചരിത്രം മുതൽ നമ്മൾ പരിശോധിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് RSS എന്ന് പറയുന്ന അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി രാജ്യം ഭരിക്കാൻ ഇടവരുത്തിയത്? അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സ്ഥിരാകേന്ദ്രത്തിലേക്ക് ഭരണ തലപ്പത്തേക്ക് BJP എങ്ങനെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതിന് കാരണക്കാരായിരുന്നു എന്നുള്ള ചോദ്യം രാഹുൽ ഗാന്ധി ചോദിച്ചു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്ക് സ്വയമേവ തന്നെ ആ വിരലുകൾ ചൂണ്ടേണ്ടി വരും. കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്ത് കോൺഗ്രസ് അതിശക്തമായ അധീശത്വം സ്ഥാപിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ എങ്ങനെ RSS അല്ലെങ്കിൽ BJP തിരികെ വന്നു എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കണം. ഫാസിയാബാദിൽ ഉണ്ടായ ഒരു പ്രസംഗത്തിനിടയിൽ അദ്ദേഹം എഴുതി കൊടുത്ത പ്രസംഗം ഒഴിവാക്കി നിർത്തിക്കൊണ്ട് രാമരാജ്യം എന്ന് പറഞ്ഞ ഒരാളെ നമ്മുടെ രാഹുൽ ഗാന്ധിക്ക് അറിയുമായിരിക്കും. ആ ആളിൻ്റെ പേരാണ് രാജീവ് ഗാന്ധി, അല്ലേ? നമ്മൾ ഫൈസാബാദിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ നേരത്തെ എഴുതി കൊടുത്ത ഒരു പ്രസംഗം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ രാമരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ച ഒരാളാണ്. അവിടെയല്ലേ വർഗീയതയുള്ളത്? അപ്പം ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ CPM-ൻ്റെ ഏത് വർഗീയത അല്ലെങ്കിൽ ഏത് സിദ്ധാന്തത്തെയാണ് രാഹുൽ ഗാന്ധി എതിർക്കാൻ പോകുന്നത്? അതായത് ഇവിടേക്ക് കേരളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കേരളത്തിലെ പലരുടെ വാക്ക് കേട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ സംഭവിച്ചു പറയേണ്ടി വരും. VP സിംഗ് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയെ താഴെയിറക്കാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു? ആ കാലഘട്ടത്തിൽ ഇതിനെ നമ്മുടെ എക്കാലത്തെയും നമ്മുടെ ഒരു അപമാനമായി തന്നെ നിൽക്കുന്ന ഒന്നാണ് ബാബറി മസ്ജിദ് തകർത്തതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം. ഡിസംബർ മാസം 6-ാം തീയതി ഒരു കരിദിനം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ആ ഒരു സംഭവത്തിന് നിദാനം എന്താണ്? അതിന് കാരണക്കാരൻ അക്ഷരാർത്ഥത്തിൽ ആരാണ്? ജവഹർലാൽ നെഹ്റു പൂട്ടി താക്കോലെടുത്ത് ദൂരെ കളഞ്ഞ ഒരു സ്ഥലം, അതായത് ഈ പറയുന്ന ബാബറി മസ്ജിദ്. പിന്നെ അത് പൂട്ടി താക്കോല് കളയുകയാണ് ഉണ്ടായത് നെഹ്റു. ആ നെഹ്റു താക്കോല് കളഞ്ഞ ഒരു സ്ഥലത്തേക്ക് പിന്നീട് ഏറ്റവും അവസാനം അവിടെ തറക്കല്ലിടൽ വരെ നടത്തി കൊടുക്കാനുള്ള അവകാശം കൊടുത്തത് ആരാണ്? അല്ലെ, തറക്കല്ലിട്ടുകൊണ്ട് അതിനെ ഒരു മന്ദിരമാക്കി തർക്കഭൂമിയാക്കി മാറ്റിയതാരായിരുന്നു? അതിൻ്റെയും ആ ഒരു ആളിൻ്റെ പേരും രാജീവ് ഗാന്ധി എന്നായിരുന്നു. ആ ആളിൻ്റെ മകനാണല്ലോ രാഹുൽ ഗാന്ധി. അപ്പോൾ RSS എന്ന് പറയുന്ന സംഘടനയ്ക്ക് രാജ്യത്ത് വളരാനുള്ള എല്ലാ വെള്ളവും വളവും എല്ലാം നൽകി ഭൂമി ഒരുക്കി ഇട്ടുകൊടുത്ത ആൾ പ്രമുഖനായ വ്യക്തി തന്നെയായിരുന്നു രാജീവ് ഗാന്ധി. ആ രാജീവ് ഗാന്ധിയുടെ മകൻ തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന് നമുക്കറിയാം. അദ്ദേഹമാണ് ഇവിടെ CPM-ൻ്റെ ഇതിനെതിരെ സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഇതേ VP സിംഗ് തന്നെയാണ് അന്ന് രഥയാത്രയുമായി LK അദ്വാനി പോകുന്ന സമയത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്.
അതിനെ തുടർന്നിട്ടാണ് പിന്നീട് ഒരു വിശ്വാസ വോട്ടെടുപ്പിലേക്കൊക്കെ പോകുന്നത് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത്. ഏകദേശം 346 പകരം 142 വോട്ടുകൾക്ക് പരാജയപ്പെട്ടു പോയി വി പി സിംഗ്. അന്ന് വി പി സിംഗ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ഞാൻ ഈ പ്രധാനമന്ത്രി പദത്തേക്കാൾ ഈ കസേരയേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ശരിക്കും ഈ നാട്ടിലെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെയാണ് ഞാൻ സ്നേഹിക്കുന്നത്, എൻ്റെ പ്രധാനമന്ത്രി കസേരയേക്കാൾ. എന്നാൽ അതേസമയം അതോടൊപ്പം തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം ഒരു മതേതര രാഷ്ട്രമായി കാണാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ മതനിരപേക്ഷത നിലനിർത്തണമെന്നുണ്ടെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ഉയർത്തിയ ഒരു മുദ്രാവാക്യങ്ങളിലൊന്ന്. പക്ഷേ രാജീവ് ഗാന്ധി പോലും അവിടെ വോട്ട് ചെയ്തില്ല വി പി സിംഗിന്. അങ്ങനെ വി പി സിംഗ് വീഴുകയാണ് ഉണ്ടായത്. എന്ന് വെച്ചാൽ രാജീവ് ഗാന്ധിയും മതേതരത്വത്തിനൊപ്പമല്ല നിന്നിട്ടുള്ളത്, വർഗീയതയ്ക്കൊപ്പം തന്നെയാണ് നിന്നിട്ടുള്ളത്. രാമരാജ്യത്തെ ഇവിടെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന രാജീവ് ഗാന്ധിയും നിന്നിട്ടുള്ളത്. അപ്പം ഈ രാജീവ് ഗാന്ധി തന്നെയാണ് രാജ്യത്ത് ഈ പറയുന്ന പോലെ ഒരു വലിയ തോതിൽ ഒരു ഹിന്ദു വർഗീയത ഉണർന്നു വരാനും അതിനൊരു ഒരു ചൂടും ചൂരും ഏറ്റുകൊണ്ട് വളർന്നു വരാനും ഒക്കെ ഉള്ളൊരു ഈ പറയുന്ന ഒരു മണ്ണൊരുക്കി ഇട്ടുകൊടുത്തത്. അല്ലാന്നുണ്ടെങ്കിൽ രാമരാജ്യം എങ്ങനെ പ്രസംഗത്തിൽ വരും രാജീവ് ഗാന്ധിയുടെ? അതൊരു വലിയ പ്രശ്നമല്ലേ, അതൊരു വലിയ പ്രതിസന്ധി തന്നെയല്ലേ? അപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന പല കാര്യങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. രാഹുൽ ഗാന്ധി പറയുന്നത്, രാഹുൽ ഗാന്ധി എടുക്കുന്ന നിലപാടുകൾ എന്തൊക്കെയാണ്? രാഹുൽ ഗാന്ധി വർഗീയതയ്ക്കപ്പുറത്തേക്ക് രാജ്യത്തെ മതനിരപേക്ഷതയെക്കുറിച്ചാണോ സംസാരിച്ചിട്ടുള്ളത്? അത് വെറും പറച്ചിലുകൾ മാത്രമല്ലേ? എന്തുകൊണ്ട് രാജീവ് ഗാന്ധി അന്ന് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ, രാജീവ് ഗാന്ധി വീണു പോകാൻ ഒരു കാരണമായി തീർന്നത് അക്കാലത്ത് ബൊഫേഴ്സ് അഴിമതി കേസ് ഇങ്ങനെ അതിശക്തമായി നിലനിന്നിരുന്ന ഒരു സമയമായതുകൊണ്ടാണ് രാജീവ് ഗാന്ധിക്ക് അന്നൊരു തട്ടുകയുണ്ടായി വി പി സിംഗ് പ്രധാനമന്ത്രിയായി വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായത്. ആ വി പി സിംഗിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് മതനിരപേക്ഷത ഒരുപാട് പ്രസംഗിച്ച് കിടക്കുന്ന ഈ രാഹുൽ ഗാന്ധിയുടെ പിതാവായ രാജീവ് ഗാന്ധിയാണ് വർഗീയത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവർക്കൊപ്പം നിന്ന് വി പി സിംഗിനെ താഴെ ഇറക്കിയത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ചരിത്രമുള്ള രാഹുൽ ഗാന്ധിക്ക് എന്ത് അർഹതയാണ് ഇവിടെ ഈ പറയുന്നത് സി പി എമ്മിൻ്റെ നയങ്ങൾക്കെതിരായിട്ടാണ് സമരം ചെയ്യുന്നതെന്ന് പറയാൻ? ഇവിടെ നമ്മുടെ കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൽ ഒരു ദേശീയ നേതാവ് വന്നിറങ്ങുമ്പോൾ യു ഡി എഫ് ഭയങ്കരമായിട്ട് ശക്തിപ്പെടുന്നു എന്ന് പറയുന്നു. ഇതേ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരാളാണെങ്കിൽ എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന് പലപ്പോഴും വിലക്ക് ഏർപ്പെടുത്തുന്നത്? പ്രിയങ്ക ഗാന്ധി നിലമ്പൂർ ബൈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് പോലും ഈ പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരെ വിവരം അറിയിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ നിൽക്കുന്ന സമയത്ത് നടത്തിയ റോഡ് ഷോയിൽ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അവിടുത്തെ മുസ്ലിം ലീഗിന്റെ കൊടികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത്? അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. രാഹുൽ ഗാന്ധി നടത്തുന്ന വർഗീയ പ്രീണനം എന്ന് പറഞ്ഞാൽ അതിശക്തമായ വർഗീയ പ്രീണനം തന്നെയാണ്. കാരണം അത് ആരെ ഭയന്നിട്ടാണ് എന്ന് ആലോചിക്കണം. ഭയമുണ്ട് രാഹുൽ ഗാന്ധിക്ക്. ഈ പറയുന്ന വർഗീയത പറയുന്നിടത്തല്ല പ്രശ്നം, അവിടെ ഭയമുണ്ട്. എന്ത് ഭയമാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ സംഘപരിവാർ ശക്തികളെ ഭയമാണ് രാഹുൽ ഗാന്ധിക്ക്. അതാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് ഈ ഭയം മാറുന്നത്. കാര്യം ഇവിടെ സംഘപരിവാറുകാരില്ല, കുറവാണ്, വളരെ കുറവാണ്. അങ്ങനെ ഇപ്പോൾ ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ഇവിടെയുള്ള സംഘപരിവാറുകാർ രാഹുൽ ഗാന്ധി എന്ത് ചെയ്യാനാണ്? കാര്യം അവിടെ വയനാട്ടിൽ മാത്രമല്ലേ രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ നിന്ന് ജയിക്കാൻ കഴിയും. ഇനി ഒരു വട്ടം കൂടി കേരളത്തിന്റെ ഈ പറയുന്ന മണ്ഡലം, വയനാട് ഒഴികെയുള്ള വേറെ ഏത് മണ്ഡലത്തിൽ നിന്നാലും ഈ പറയുന്ന രണ്ടുപേർക്കും, ആങ്ങളയ്ക്കും പെങ്ങളയ്ക്കും ഒരു വോട്ടും കിട്ടാൻ പോകുന്നില്ല. അത് യാഥാർത്ഥ്യമാണ്. കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം മണ്ഡലത്തിന് വേണ്ടി ഇക്കഴിഞ്ഞ കാലം അത്രയും രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ചോദിച്ചാൽ രാഹുൽ ഗാന്ധി തന്നെ പറയും ഏത് മണ്ഡലം എന്ന് തിരിച്ചു ചോദിക്കും. അതാ അവസ്ഥ. ഏത് മണ്ഡലത്തിൽ എന്ന് ചോദിക്കും, അറിയില്ല. വയനാട് ചൂരൽമല ഉരുൾപൊട്ടലിൽ 100 വീടുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ ഈ ആളാണ് പറയുന്നത് ഞങ്ങളുടെ നിലപാടുകൾ ഇടതുപക്ഷത്തിനും RSSനും എതിരെയാണ് എന്ന് പറയുന്നു. RSSന് വളരാൻ വളവും വെള്ളവും കൊടുത്തത് കോൺഗ്രസ് പാർട്ടിയാണ്. അതായത് രാഹുൽ ഗാന്ധിയുടെ പിതാവും, രാഹുൽ ഗാന്ധി അന്നില്ല, രാഹുൽ ഗാന്ധിയുടെ പിതാവ് തന്നെയാണ്. അതിനു മുമ്പിൽ ഇന്ദിരാഗാന്ധിയുമുണ്ട്. അപ്പോൾ ഈ RSSനെ വളരാൻ വിട്ടുകൊടുത്തതും RSSനെ വളർത്തി വലുതാക്കിയതും എല്ലാം ഈ പറയുന്ന രാഹുൽ ഗാന്ധിയും അല്ലെ രാജീവ് ഗാന്ധിയാണ്, ഈ ഗാന്ധി കുടുംബമാണ്. എന്നിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇടതുപക്ഷത്തിനും എതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ ഒരു മണ്ടത്തരം വിളിച്ചു പോകുന്നത്. അതിനെ മണ്ടത്തരം എന്നതിനപ്പുറത്തേക്ക് അതിനെ വേറൊരു തരത്തിലും വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്ന് മാത്രം.